ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഇടുക്കിക്ക് പോയപ്പോൾ എടുത്തിട്ടുള്ള കുറച്ച് വിഷ്വൽസാണ്. ഇടുക്കി ചെറുതോണിയിൽ എനിക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് എടുത്തിട്ടുള്ള കുറച്ച് വിഷ്വൽസാണിത്. രാവിലെ കുറച്ച് നേരത്തെയാണ് ഞാൻ അങ്ങോട്ട് പോയത്. അതുകൊണ്ട് തന്നെ നല്ല മഴയും മഞ്ഞും ഉള്ളൊരു സമയമായിരുന്നു. നല്ല മഴയും മഞ്ഞും ഉള്ളതുകൊണ്ടും പിന്നെ എനിക്ക് പെട്ടെന്ന് എത്തേണ്ടതുള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയപ്പോഴത്തേനും വീഡിയോസ് എടുക്കാനൊന്നും ശ്രമിച്ചില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇടുക്കിയിൽ കനത്ത മഴയുണ്ടായിരുന്നൊരു സമയം കൂടിയായിരുന്നു അത്. അതുകൊണ്ട് തന്നെ രാത്രിയിലുള്ള യാത്രയ്ക്ക് കളക്ടർ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. രാത്രിയിലുള്ള യാത്ര പൂർണ്ണമായിട്ട് ഒഴിവാക്കണമെന്നായിരുന്നു കളക്ടറുടെ നിർദ്ദേശം. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയതെന്ന് നമുക്ക് ഈ യാത്രയിലൂടെ തന്നെ മനസ്സിലാക്കാനായിട്ട് ഇപ്പോൾ സാധിക്കും. കാരണം പല സ്ഥലങ്ങളിലും മരങ്ങൾ മറിഞ്ഞു ചാടിയും അതുപോലെ മണ്ണിടിഞ്ഞും ഒക്കെ പല സ്ഥലങ്ങളിലും ഞാൻ കണ്ടിരുന്നു. എല്ലാം ഒന്നും എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. കാരണം മഴ നല്ല കനത്ത മഴയുള്ള സമയമായിരുന്നു. പല സമയങ്ങളിലും ഈ മഴയില്ലാതിരുന്ന ചില സമയങ്ങളിലാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നല്ല മഴയുള്ളൊരു സമയത്ത് ഇടുക്കിയിലേക്കുള്ള യാത്ര എങ്ങനെയായിരിക്കുമെന്നാണ് ഞാൻ ഈ ഒരു വീഡിയോസിലൂടെ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. വർഷവയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അനസ്. ശരിക്കും ഒരു 12:30 കൂടി ഞാൻ ചെറുതോണിയിൽ നിന്ന് പോന്നു. ഇത് പൈനാവ് സിറ്റിയാണ്. കണ്ടോ, പൈനാവ് സിറ്റിയോട് അടുക്കുമ്പോൾ മരം മറിഞ്ഞു വീണ് നടക്കുന്നത് കണ്ടോ. അവിടെ അത് വെട്ടിമാറ്റി ക്ലിയർ ചെയ്യാനായിട്ട് ആളുകൾ അവിടെ നിൽപ്പുണ്ട്. ഇതുപോലെ നമുക്ക് പല സ്ഥലങ്ങളിലും കാണാം. അതുപോലെ തന്നെ ഈ മണ്ണിടിഞ്ഞെടുക്കുന്നതും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് പൈനാവ് സിറ്റിയാണ്. മഴയത്തുള്ള ഈ ഒരു യാത്ര എന്ന് പറയുന്നത് അടിപൊളിയാണ്, അതൊന്നും പറയാനില്ല. കാരണം മൺസൂൺ സമയത്ത്, അതായത് നമ്മളിങ്ങനെ ഇതുപോലെ മഴയുള്ളൊരു സമയത്ത് ബൈക്കിലൂടെ യാത്ര, ഞാനിപ്പോൾ സ്കൂട്ടറിലാണ് യാത്ര ചെയ്യുന്നത്. ബൈക്കാണെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും. ബൈക്കിലോ സ്കൂട്ടറിലുള്ള യാത്ര എന്ന് പറയുന്നത് ഭയങ്കര രസമാണ്. കാരണം മഴ നനഞ്ഞ് നമ്മൾ ഇതുപോലുള്ള കോടമഞ്ഞും മഞ്ഞൊക്കെ ആസ്വദിച്ചുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് ഭയങ്കരമായൊരു അനുഭവമാണ്. അത് നമ്മൾ ജീവിതത്തിൽ ആ ഒരു സമയത്ത് നമ്മൾ ഒരിക്കലും ഒഴിവാക്കാതെ ഇങ്ങനൊരു യാത്ര നമ്മൾ ചെയ്തിരിക്കണം. കാരണം മൺസൂൺ സമയത്ത് ഇങ്ങനൊരു യാത്ര നമ്മൾ ഇപ്പോഴും വളരെ ഫണ്ണായിട്ടുള്ള യാത്രയാണ്. യാത്ര എപ്പോഴും അടിപൊളിയായിരിക്കും, മനോഹരമായിരിക്കും. കാരണം മഴയത്തുള്ള യാത്ര എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക അനുഭവം. പക്ഷെ അത് നമ്മൾ ഇതുപോലുള്ള, അതായത് ശക്തമായ മഴയൊക്കെ ഉള്ളൊരു സമയത്ത്, ശക്തമായ മഴ, റെഡ് അലേർട്ടൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നൊരു സമയത്ത് ഇതുപോലുള്ള ഹൈ റേഞ്ച് മേഖലകളിലേക്കുള്ള യാത്രയാണ് നമ്മൾ ശരിക്കും സൂക്ഷിക്കേണ്ടത്. അത് പരമാവധി പകൽ അത്ര വിഷയമില്ല, രാത്രിയിലാകുമ്പോഴത്തേനും പരമാവധി രാത്രിയിൽ നമ്മൾ ഇങ്ങനെയുള്ള യാത്രകൾ ചെയ്യാണ്ടിരിക്കുക. രാത്രിയിലുള്ള യാത്രയായിരുന്നു ശരിക്കും കളക്ടർ നിരോധിച്ചിരുന്നത്. കാരണം ഈ രാത്രിയിലാണ് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് സഹായത്തിനും കാര്യത്തിനൊക്കെ വളരെ ബുദ്ധിമുട്ട് വരുന്നതെന്നുള്ളത് ഈ രാത്രി സമയത്തായിരിക്കും. ഒരു കാരണവശാലും നമ്മൾ ഫാമിലിയായിട്ട് യാത്ര ചെയ്യാതിരിക്കുക. കുട്ടികൾ ഒരു കാരണവശാലും ഉൾപ്പെടുത്താൻ പാടില്ല. കാരണം കുട്ടികളെ നമ്മൾ ഈ രാത്രിയുള്ള സമയങ്ങളിലുള്ള യാത്രയിൽ ഉൾപ്പെടുത്താതിരിക്കുക. പരമാവധി പകൽ എപ്പോഴെങ്കിലും നമ്മൾ ഇതിനുള്ളൊരു അത്യാവശ്യമാണെങ്കിൽ പകൽ യാത്ര ചെയ്യാനായിട്ട് ശ്രമിക്കുക. രാത്രിയിലുള്ള യാത്ര പരമാവധി ഒഴിവാക്കുക. ഇത് അതുപോലെ മരം റോഡിലേക്ക് വീണെടുക്കുന്നതാണ്. അതുപോലെ തന്നെ മണ്ണൊലിച്ച് കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതുപോലെ ഞാൻ ഇതിനു മുമ്പും ഇങ്ങനെ കണ്ടു. പക്ഷേ നല്ല മഴയായതുകൊണ്ട് എനിക്കത് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല.
മൺസൂണിലുള്ള ഈ ഒരു യാത്ര വളരെ നല്ല രസമാണ്. പക്ഷേ നമുക്ക് എന്നാ വെച്ചാൽ ഇതിപ്പം കണ്ടിന്യൂസ് ആയിട്ടൊരു 3-4 ദിവസം മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നൊരു സമയമായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ പരമാവധി നമ്മൾ ഇങ്ങനെ ഹൈ റേഞ്ച് യാത്രകൾ ഒഴിവാക്കാം. ഈ മൺസൂൺ കാലഘട്ടം എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. ഞാൻ ജനിച്ചത് ജൂണിലാണ്. അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് ഈ മഴക്കാലം ഭയങ്കര ഇഷ്ടമാണ്. മഴയത്ത് ഒരുപാട് യാത്ര ചെയ്യാനൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് നോർമൽ മഴയുള്ള സമയത്തോ അല്ലെങ്കിൽ നോർമൽ രീതിയിലുള്ളൊരു കാലാവസ്ഥയുള്ള സമയത്ത് നമുക്ക് ഒരു കുഴപ്പമില്ല. ഇങ്ങനെയുള്ള ഒരു വൈബ് നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റും. ഈ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. കാരണം ഈ ഇങ്ങനെ കോടയും മഞ്ഞും കോടമഞ്ഞൊക്കെ ആയിട്ടുള്ള ഇങ്ങനൊരു വൈബ്, അതായത് ഈ ഒരു മഴയും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഈ ഒരു വൈബ് ഈ ഒരു സമയത്ത്, അതായത് ഇങ്ങനൊരു മൺസൂൺ സമയത്തെ മഴയുള്ള സമയത്തുള്ളൊരു യാത്ര, ഇടുക്കിയിലേക്കുള്ള യാത്രയുടെ ഒരു വൈബ് കാണിക്കാനായിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. നല്ല രീതിയിൽ ആസ്വദിച്ച് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നൊരു അനുഭവം തന്നെയാണ് നമ്മൾ ഈ ഒരു മഞ്ഞും അതുപോലെ തന്നെ ഈ മഴയും എല്ലാ കാര്യങ്ങളും. പക്ഷേ നമ്മൾ പരമാവധി സൂക്ഷിച്ച് ഇങ്ങനെയുള്ള സമയത്ത്, ഇപ്പം മഴ കൂടുതലുള്ള സമയത്ത്, അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ പരമാവധി സൂക്ഷിച്ച് യാത്ര ചെയ്യാനായിട്ട് ശ്രമിക്കുക. അധികം അങ്ങോട്ട് വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.